മക്കളെ, എല്ലാവർക്കും അബാക്കസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് അബാക്കസ് പഠിക്കട്ടെ. ഫസ്റ്റ് നമ്മുടെ ഈ ടൂളിനെ പരിചയപ്പെടുത്താം. മക്കളുടെ കയ്യിലെ ഇതുപോലത്തെ ടൂളില്ലേ, അത് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഫസ്റ്റ് എന്താ, ഇതിനെ ഈ ഫ്രെയിം ഓഫ് അബാക്കസ്, ഇതിന്റെ ചട്ടക്കൂടിനെ പറയുന്നതാണ് ഫ്രെയിം ഓഫ് അബാക്കസ്. ഇതിന്റെ പാർട്സ് ആക്കുന്നില്ല, ഈ മുത്തുകളെ രണ്ടായി വിഭജിക്കുന്ന ഈ ഭാഗമാണ് ഹൊറിസോണ്ടൽ ലൈൻ. എന്താണ് ഹൊറിസോണ്ടൽ ലൈൻ? ഇതിനകത്ത് ഓരോ പോയിന്റിനെ പറയുന്നതാണ് യൂണിറ്റ് പോയിന്റ്. യൂണിറ്റ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ഥലമാണ് ഇത്. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തെയാണ് മിഡിൽ പോയിന്റ്, സെൻട്രൽ പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്നത്. എന്താണ് പറയുന്നത്? മിഡിൽ പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റ്, സെൻട്രൽ പോയിന്റ്. ഇവിടെയാണ് നമ്മുടെ അബാക്കസിന്റെ ഓരോന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മുത്തുകളെ പറയുന്നതാണ് ബീഡ്സ് എന്ന്. എന്താണ്? ബീഡ്സ്. ഇതിന്റെ താഴെയുള്ള ലോവർ റീജിയനിൽ നിന്നും അപ്പർ റീജിയനിൽ നിന്നാണ് പറയുന്നത്. ഈ ലോവർ റീജിയനിലുള്ള ഓരോ മുത്തുകളുടെ വാല്യൂ എന്താണ്? 1 ആണ്. ഈ അപ്പർ റീജിയനിലുള്ള ഓരോ മുത്തുകളുടെ വാല്യൂ എന്താണ്? 5 ആണ്. 5 ആണ്. ഒരു മുത്തന്നെ ഇവിടെ ഉള്ളൂ, ഇവിടെ 5. നമ്മുടെ ഇവിടെ ടച്ച് ചെയ്യുമ്പോഴാണ് ഇതിന് വാല്യൂ വരുന്നത്, ഇല്ലെങ്കിൽ 0 ആയിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് ആണ് നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? ഇതിനെ ഇങ്ങോട്ട് ടച്ച് ചെയ്യും, അപ്പോൾ വാല്യൂ എന്തായി? 1 ആയി. ഈ ഒരെണ്ണവും കൂടി ഇന്ന് ടച്ച് ചെയ്യുമ്പോൾ 2 ആയി. അങ്ങനെ ഓരോന്നും ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ മൊത്തം ടച്ച് ചെയ്യുന്നത് വാല്യൂ 4 ആയി. ഇങ്ങനെ വരുന്നതാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇത് ടച്ച് ചെയ്താൽ എങ്ങനെ വരിക? 5 എന്ന വാല്യൂ വന്നു. അങ്ങനെ ഓരോന്ന് നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഇത് ഇത്രയും പഠിച്ചില്ലേ? ഇനി ഇത് നമുക്ക് ഒന്നും കൂടെ പഠിക്കാം കേട്ടോ. ഓക്കെ, എല്ലാവരും പഠിച്ചിട്ട് വരില്ലേ?